ഇന്ന് നമ്മുടെ പത്രസമ്മേളനം ഈ സൗത്ത് അവന്യൂവിലെ 139 നമ്പർ മുറിയിലാണ് നടക്കുന്നത്. ഇനി മുതൽ ഈ സൗത്ത് അവന്യൂവിലെ 139 ഇതൊരു കാര്യാലയമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും. അതായത് കേന്ദ്ര പദ്ധതികൾ കേരളത്തിലെത്തിക്കാൻ BJPയുടെ സംസ്ഥാന നേതൃത്വം അതിനുവേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള ആസൂത്രണങ്ങൾ എല്ലാം ഈ ഡൽഹിയിലെ ഈ ഓഫീസ് കേന്ദ്രീകരിച്ചായിരിക്കും ഇനിമേൽ പ്രവർത്തിക്കുന്നുണ്ടാവുക. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും NDAയും കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം വികസിത കേരളം എന്നതായിരുന്നു. ഇതിനനുകൂലമായിട്ട് 15% വോട്ടർമാർ NDAക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ BJPയും NDAയും പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് വികസിത കേരളം യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു ലൈസൺ ഓഫീസായിട്ടായിരിക്കും ഈ ഡൽഹിയിലെ ഈ കാര്യാലയം ഇനി മുതൽ പ്രവർത്തിക്കുക. കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവരുന്നതിന് LDF സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടിരുന്നു. ഈ പരാജയം ബോധപൂർവമാണ്. കേരളത്തിൻ്റെ വികസനത്തിന്, കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ വരാതിരിക്കാനാണ് മുൻ LDF സർക്കാർ ശ്രമിച്ചത്. LDFിൻ്റെ ഇതേ നയം തന്നെയാണോ UDF പിന്തുടരുന്നത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. കാരണം UDF സർക്കാർ അധികാരത്തിലേറിയിട്ട് ഒരു മാസം പിന്നിടുകയാണ്. പക്ഷെ കേരളത്തിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രയോജനകരമാകുന്ന, സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളിൽ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കാൻ ഉതകുന്ന PMC പദ്ധതിയെ സംബന്ധിച്ച് ഇതേവരെ UDF സർക്കാർ ഒരു തീരുമാനവും കൈക്കൊണ്ടിട്ടില്ല. അവർ ഒരു ഉപസമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട്. ഉപസമിതിയുടെ റിപ്പോർട്ട് ഇതേവരെ പുറത്തു വന്നിട്ടില്ല. എങ്ങനെയാണോ മെച്ചപ്പെട്ട ആധുനിക സാങ്കേതിക വിദ്യാഭ്യാസം പാവപ്പെട്ടവർക്ക്, സാധാരണക്കാരൻ്റെ മക്കൾക്ക് LDF സർക്കാർ നിഷേധിച്ചത്, അതുതന്നെയാണ് UDF സർക്കാരും ചെയ്യാൻ പോകുന്നത് എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി അടിയന്തരമായി നിലപാട് വ്യക്തമാക്കണം. കേരളത്തിലെ മതമൗലികവാദികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി UDF സർക്കാരും ഈ PMC പദ്ധതി നിരാകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാകണം. പക്ഷേ LDF സർക്കാരും UDF സർക്കാരും ഒരു കാര്യത്തിലല്ല, എല്ലാ കാര്യത്തിലും ഒരുമിച്ച്. അപ്പം ഞങ്ങൾ പറയുന്നത്, കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാര കൈമാറ്റം നടന്നിട്ടില്ല. നടന്നത് പദവികൾ പരസ്പരം കൈമാറുക മാത്രമാണ്. LDFിൽ നിന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടോ സമീപനമോ UDFിനില്ല. അതുകൊണ്ട് അധികാര കൈമാറ്റം എന്ന് പറയാൻ സാധ്യമല്ല. പദവികൾ പരസ്പരം കൈമാറി. അതായത് കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്നാൽ ഇപ്രാവശ്യം മുഖ്യമന്ത്രിയായി. നേരത്തെ മുഖ്യമന്ത്രിയുടെ കസേരയിലിരുന്ന ആൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലിരിക്കുന്നു. ഇങ്ങനെയുള്ള പദവികളുടെ ഒരു പരസ്പര കൈമാറ്റം അല്ലാതെ അടിസ്ഥാനപരമായ നയങ്ങളുടെ കാര്യത്തിൽ, രാഷ്ട്രീയ നിലപാടിൻ്റെ കാര്യത്തിൽ LDFും UDFും ഒന്നാണ്. LDFും UDFും രണ്ടല്ല, ഒന്നാണെന്ന BJPയുടെ രാഷ്ട്രീയ നിലപാട് ശരിയാണ്, അടിസ്ഥാനപരമാണ്, സത്യസന്ധമാണ് എന്ന് UDF അധികാരത്തിലേറിയിട്ട് ഒരു മാസത്തിനുള്ളിൽ
മലയാളികൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവരാനുള്ള ശ്രമത്തിന് ആരംഭം പോലും കുറിച്ചിട്ടില്ല. ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് കഴിഞ്ഞ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടില്ല. ഈ ഗവൺമെൻറ് അതിനെക്കുറിച്ച് യാതൊരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. ഇപ്പം ജൽജീവൻ മിഷൻ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനത്തും 70% പൂർത്തീകരിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോഴും 50% താഴെയാണുള്ളത്. പൂർത്തീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഇതുപോലെ നിരവധി കേന്ദ്ര പദ്ധതികളുണ്ട്. ഇതിലൊന്നും UDF ഒരു നിലപാട് എടുത്തിട്ടില്ല. LDFിൻ്റെ അതേ നിലപാട് തന്നെ ആണ് UDFും തുടരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ LDFും UDFും രണ്ടല്ല ഒന്നാണ് എന്ന് ഞങ്ങളുടെ നിലപാട് ശരിയാണെന്ന് പറയാൻ കാരണം എന്താ? ഇപ്പോൾ ഉദാഹരണത്തിന് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നല്ല മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ളതാണ് PMC പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിൽ കോടിക്കണക്കിന് രൂപയാണ് നഷ്ടപ്പെടുത്തിയത്. ഇനി ആകെ 2027 പദ്ധതി അവസാനിക്കുകയാണ്. ഇനി ആ പണം ഉപയോഗിച്ചെങ്കിലും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടട്ടെ എന്ന് UDF ചിന്തിക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ നോക്കൂ, കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നിഷേധിക്കുന്ന LDFും UDFും അവർ ചെയ്തെന്താ? പുതിയ മദ്യനയം കൊണ്ടുവന്നു LDF. ആ മദ്യനയം ആർക്കനുകൂലമാണ്? മദ്യ മുതലാളിമാർക്ക് അനുകൂലമാണ്. കാരണം നേരത്തെ ഒരു വിഭാഗം മദ്യം ഉണ്ടായിരുന്നു, 48% ആൽക്കഹോളുള്ള വീര്യം കൂടിയ മദ്യം, അതാണ് വിറ്റത്. പക്ഷേ 2 പ്രധാനപ്പെട്ട മദ്യ കമ്പനികൾ, ഒന്ന് ബെക്കാഡിൻ അല്ലേ, ബെക്കാഡിൻ എനിക്ക് മദ്യത്തെക്കുറിച്ച് വലിയ വിവരമില്ലാത്തതുകൊണ്ടാണ്.